ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഒരു കവിതയാണ് ടൂട്ടാ പഹിയ എന്ന് പറയുന്നത്. അത് എഴുതിയിരിക്കുന്നത് ധർമ്മവീർ ഭാരതിയാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം നമുക്ക് കവിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ധർമ്മവീർ ഭാരതി എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ശരി. ധർമ്മവീർ ഭാരതി എന്ന് പറയുന്നത് आधुनिक हिंदी के प्रमुख कवि थे धर्मवीर भारती। उनका जन्म 25 दिसंबर सन 1926 को इलाहाबाद में हुआ था। वे कवि, नाटककार और साहित्य विचारक भी थे। खंडालोह, कनुप्रिय आदि उनकी प्रमुख रचनाएं हैं. എന്ന് പറഞ്ഞാൽ എന്താണ് ധർമ്മവീർ ഭാരതി എന്ന് പറയുന്നത് ആധുനിക ഹിന്ദിയിലെ ഒരു പ്രമുഖ കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് 1926 ഡിസംബർ 25-ാം തീയതി ഇലഹബാദിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നെ അദ്ദേഹം ഒരു കവി മാത്രമല്ല, ഒരു നാടക എഴുത്തുകാരനും പിന്നെ ഒരു സാമൂഹിക ചിന്തകനും കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ എന്ന് പറഞ്ഞാൽ ഖണ്ഡാലോക, കൽപ്രിയ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് ടൂട്ടാ പഹിയ. ആ ടൂട്ടാ പഹിയയെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ടൂട്ടാ പഹിയ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ടൂട്ട മീൻസ് എന്താണ് അർത്ഥം വരുന്നത്? ഒരു പൊട്ടിയ, അല്ലേ? പൊട്ടിയ എന്നാണ് ടൂട്ട എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വരുന്നത്. പഹിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്താണ്? ചക്രം, അല്ലെ? ടൂട്ട പഹിയ മീൻസ് പൊട്ടിയ ഒരു ചക്രം. ഇവിടെ കവി, നിങ്ങൾ മഹാഭാരതം എന്ന് പറയുന്ന ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? പുരാണങ്ങളിലൊരു കഥയാണ് എന്തോന്ന് മഹാഭാരതവും രാമായണവും ഒക്കെ എന്ന് പറയുന്നത്. അപ്പൊ ആ മഹാഭാരതത്തിലെ ഒരു കഥയിൽ നിന്ന് ആസ്പദമാക്കി അതിന് എന്താണ് ഒരു എക്സാമ്പിൾ നൽകിക്കൊണ്ടാണ് കവി ഈ കവിത ഇവിടെ എഴുതിയിരിക്കുന്നത്. മഹാഭാരത യുദ്ധം ആരൊക്കെ തമ്മിലാണ് നടന്നതെന്ന് നിങ്ങൾക്കറിയോ? അതെ, ആരൊക്കെയാണ്? പാണ്ഡവരും കൗരവരും. പാണ്ഡവരിലെ ആൾക്കാരായിരുന്നു ആരൊക്കെ? യുധിഷ്ഠിർ, ഭീം, അർജുൻ, നകുൽ, അവർ സഹദേവൻ. അതുപോലെ കൗരവരിൽ എങ്ങനെയാണ്? 101 മക്കളാണ് കൗരവർ. അതിൽ 100 ആണുങ്ങളും ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നു. ആരാണ്? കുശവ. അപ്പൊ ഈ മഹാഭാരത യുദ്ധത്തില് ഒരു ഒരു വ്യക്തിയുണ്ട്. ആരാണ്? അഭിമന്യു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ആരുടെ മകനാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അതെ, അർജുനന്റെയും സുഭദ്രയുടെയും മകനായിരുന്നു ആര്? അഭിമന്യു. ആ അഭിമന്യുവിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടാണ് കവി ഇവിടെ ഒരു കവിത എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ കവിതയിലേക്കൊന്ന് പോകാം. എല്ലാവരും ഒരു പെൻസിലോ പേനയോ എന്തെങ്കിലും എടുത്തു വെച്ച് ആ കവിത ഒന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതിന്റെ മീനിങ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ മുകളിലൊന്ന് എഴുതി പോവുക. കാരണം നിങ്ങൾ പുസ്തകം വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നിന്നാണ് വരുന്നത്. പുസ്തകം വായിച്ചാൽ മാത്രമേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ആദ്യം ഞാനൊരു കാര്യം ചെയ്യാൻ, ഞാൻ ഈ കവിതയൊന്ന് വായിക്കാം, കേട്ടു നിൽക്കും. मैं रद का टूटा हुआ पहिया हूँ मुझे, लेकिन मुझे फेंको मत. क्या जाने कब इस दुरूह चक्रव्यूह में अक्षौणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी केवल निहत्ती आवाज को अपनी ब्रह्मास्त्रों से कुचल देना चाहे. तब मैं रद का टूटा हुआ पहिया उसके हाथों से ब्रह्मास्त्रों से लोहा ले सकता हूँ. मैं रद का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत. इतिहासों की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहिए का आश्रय ले. ശരി, ഞാൻ കവിതയിലേക്ക് നോക്കുക. മെയ് രഥ ടൂട്ടാ ഹുവ പഹിയാഹും. ഞാൻ ആരാണ്? രഥത്തിലെ ഒരു പൊട്ടിയ ചക്രമാണ്. ഇവിടെ ഒരു പൊട്ടിയ ചക്രം തന്റെ കഥ പറയുകയാണ്. മെയ് രഥ ടൂട്ടാ ഹുവ പഹിയാഹും. ഞാൻ രഥത്തിലെ ഒരു പൊട്ടിയ ചക്രമാകുന്നു. രഥം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, മഹാഭാരത യുദ്ധം പോലത്തുള്ള യുദ്ധങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം രഥം വലിക്കുന്നത് ആരാണ്? ഏത് മൃഗമാണ്? അതെ, കുതിര. അപ്പം മെയ് രഥ ടൂട്ടാ ഹുവ പഹിയാഹും. ഞാൻ രഥത്തിലെ ഒരു പൊട്ടിയ ചക്രമാകുന്നു. ലേക്കിൻ മുജെ ഫേക്കോമൻ. പക്ഷെ എന്നെ എന്ത് ചെയ്യരുത്? എടുത്ത് കളയരുത്. മനുഷ്യരുടെ സ്വഭാവം അങ്ങനെയാണ്, അല്ലെ? എന്തെങ്കിലുമൊക്കെ പൊട്ടിയതും പൊടിഞ്ഞതും ഒക്കെ വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഉടനെ എടുത്തങ്ങ് ദൂരക്കളയും. പക്ഷെ ഇവിടെ ടൂട്ടാ പഹിയ പറയാണ്, ഞാൻ ഒരു പൊട്ടിയ ചക്രമാണെന്ന് കരുതി നിങ്ങൾ എന്നെ എടുത്തൊന്നും കളയരുത്. ക്യാ ജാനെ കബ് ഇസ് ദുരൂഹ ചക്രവ്യൂഹമേ. ക്യാ ജാനെ, ആർക്കറിയാം, അല്ലേ? കബ്, എപ്പോൾ, ഇസ് ദുരൂഹ ചക്രവ്യൂഹം. ചക്രവ്യൂഹം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്, അല്ലേ, എതിരാളികൾ പരസ്പരം വ്യൂഹങ്ങൾ രചിക്കാറുണ്ട്. ഈ വ്യൂഹങ്ങളിൽ
അതിനെയാണ് എന്തോന്ന് പറയുന്നത്, ചക്രവ്യൂഹം എന്ന് പറയുന്നത്. നോക്കൂ, അപ്പൊ ഈ ദുരൂഹ ചക്രവ്യൂഹമേ, ഒരു ദുരൂഹം പിടിച്ച ഒരു ചക്രവ്യൂഹത്തിനുള്ളിൽ അക്ഷൗണി സേനാവോങ്കോ ചുനൗതി ദേത്താഹുവ. അക്ഷൗണി സേന, അക്ഷൗണി സേനയുടെ അർത്ഥം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തോന്ന് ബാഹുബലിയൊക്കെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ നിങ്ങൾ യുദ്ധസമയത്ത് കണ്ടിട്ടില്ലേ, കുതിരപ്പട്ടാളവും പിന്നെന്താ ആനപ്പുറത്ത് വരുന്ന പട്ടാളക്കാരി, പിന്നെ കാലാൾ പട്ടാളക്കാരി. അപ്പൊ ഇതുപോലെയുള്ള ഒരു ഗ്രൂപ്പ്, അതിനെയാണ് എന്തോന്ന് വിളിക്കുന്നത്, അക്ഷൗണി സേന എന്ന് വിളിക്കുന്നത്. അക്ഷൗണി സേനാവോങ്കോ ചുനൗതി ദേത്താഹുവ. ഈ ചക്രവ്യൂഹം രചിച്ചിരിക്കുന്നത് അക്ഷൗണി സൈന്യങ്ങളെ കൊണ്ടാണ് ചക്രവ്യൂഹം രചിച്ചിരിക്കുന്നത്. ചക്രവ്യൂഹം രചിച്ചത് ആരാണെന്ന് അറിയാമോ? ദ്രോണാചാര്യർ അല്ലെ. ആരുടെ ഗുരുവായിരുന്നു? കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായിരുന്നു ആര്? ദ്രോണാചാര്യർ. പക്ഷെ തന്റെ ഭാഗം അസത്യമാണ് അല്ലെ. ദ്രോണാചാര്യർ ആരോടെ നിന്നാണ് യുദ്ധം ചെയ്യുന്നത്? കൗരവ പക്ഷത്ത് നിന്നാണ് യുദ്ധം ചെയ്യുന്നത്. ആർക്കെതിരായിട്ട്? പാണ്ഡവർക്കെതിരായിട്ട് അല്ലെ. അപ്പം പക്ഷെ ദ്രോണാചാര്യർക്ക് അറിയാമായിരുന്നു താൻ ആർക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, അസത്യത്തിന്റെ മാർഗമാണ്. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം ആർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു? കൗരവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? യുദ്ധകളത്തിൽ എന്തോന്ന് രചിക്കുന്നത്? ഒരു ചക്രവ്യൂഹം രചിക്കുന്ന, അക്ഷൗണി സൈന്യങ്ങളുടെ ഒരു ചക്രവ്യൂഹമാണ് അവിടെ രചിക്കുന്നത്. ഈ ചക്രവ്യൂഹം ഭേദിക്കുവാനായിട്ട് അറിയാവുന്ന രണ്ട് വ്യക്തികളെ ഒന്ന് ദ്രോണാചാര്യരുടെ മകനായ അശ്വത്ഥാമാവും രണ്ടാമത് ദ്രോണാചാര്യരുടെ ശിഷ്യനായ ആരുമാണ്? അർജുനുമാണ്. പക്ഷേ ഇവിടെ അർജുന്റെ മകനായ അഭിമന്യു കുട്ടിക്കാലത്ത് തന്നെ കഥ കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണ്? ചക്രവ്യൂഹത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള കഥ അവൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അവൻ ഒരിക്കലും എന്തോന്ന് അതിൽ നിന്നും പുറത്തിറങ്ങാനുള്ള മാർഗം എങ്ങനെയാണെന്ന് ആ കുട്ടിക്ക് അറിയത്തില്ല. അതുകൊണ്ട് യുദ്ധക്ഷേത്ര സമയത്ത് എന്താണ്, അർജുനൻ ഇല്ലാത്ത ദിവസം നോക്കിയാണ് ആര് ചെയ്യുന്നത്? ഈ ചക്രവ്യൂഹം ദ്രോണാചാര്യർ രചിക്കുന്നത്. ഈ ചക്രവ്യൂഹം ഭേദിക്കുവാനായിട്ട് പാണ്ഡവപുത്രന്മാർക്ക് വേറെ ആർക്കും അറിയത്തില്ല. ആ സമയത്താണ് അഭിമന്യു എന്താണ് പറയുന്നത്? എനിക്ക് ചക്രവ്യൂഹം ഭേദിക്കുവാനായിട്ട് അറിയാം, ഞാൻ അതിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി യുദ്ധകളത്തിലേക്ക് പോകുന്നത്. അപ്പൊ ദ്രോണാചാര്യർ രചിച്ച ആ ചക്രവ്യൂഹത്തിൽ ആ അക്ഷൗണി സൈന്യങ്ങളെ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട്, ചുനൗതി ദേത്താഹുവ മീൻസ് എന്താണ്? വെല്ലുവിളിച്ചുകൊണ്ട്, കോയി ദുസാഹസി അഭിമന്യു ആക്കർ കീർജായെ, ഏതെങ്കിലും സാഹസികനായ, ദുസാഹസി മീൻസ് എന്താണ്? സാഹസികനായ അഭിമന്യു ആക്കർ കീർജായെ, അഭിമന്യു വന്നതിൽ പെടുകയും ചെയ്യും അല്ലെ. ആ അക്ഷൗണി സൈന്യത്തെ എന്ത് വളയം ചെയ്തുകൊണ്ട് ആര് വരുന്നുണ്ട്? സാഹസികനായ അഭിമന്യു വരികയും ചെയ്യും. നോക്ക്, അത്രയും നോക്ക്. മേ രതുക്കാ ടൂട്ടാ ഹുവാ पहिया हूं लेकिन मुझे फेंको मत, क्या जाने कब इस दुरूह चक्रव्यूह में अक्षौणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर घिर जाए. എന്താണ്? ഞാനൊരു രഥത്തിലെ പൊട്ടിയ ചക്രമാണെന്ന് കരുതി എന്നെ എടുത്ത് കളയരുത്. ആർക്കറിയാം, ഈ എന്തോന്നാണ് ദുരൂഹമുള്ള ഈ ചക്രവ്യൂഹത്തിനുള്ളിൽ അക്ഷൗണി സൈന്യങ്ങളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഏതെങ്കിലും സാഹസികനായ അഭിമന്യു ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാം. നോക്കൂ, അടുത്ത് നോക്കൂ. कोई अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेले निगत्ती आवाज को अपने ब्रह्मास्त्रों से कुचल देना चाहा. നോക്ക്, അപ്പനെ പക്ഷവും കോ അസത്യ ജാന്തേ ഹുവേ, തങ്ങളുടെ ഭാഗം അസത്യമാണെന്ന് അറിഞ്ഞിട്ടും കൂടി ആരൊക്കെയാണ് കൗരവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്? ഭീഷ്മാചാര്യർ, ദ്രോണാചാര്യർ, കർണൻ, ഇവരെല്ലാവർക്കും അറിയാം തങ്ങളുടെ പക്ഷം അസത്യമാണ്. എന്നിട്ടും കൂടി അവരാർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു? കൗരവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അപ്പൊ അപ്പനെ പക്ഷിക്കോ അസത്യ ജാന്തേ ഹുയേ, തങ്ങളുടെ ഭാഗം അസത്യമാണെന്ന് അറിഞ്ഞിട്ടും കൂടി ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാന്മാർ, വലിയ വലിയ മഹാന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് ഞാനിപ്പം പറഞ്ഞു അല്ലേ. ദ്രോണാചാര്യർ, ഭീഷ്മാചാര്യർ, പിന്നെ ആരൊക്കെയാണ്? കർണൻ, ഇവരെല്ലാവരും അക്കേലി നിഹത്തിയ ആവാസ്കോ, ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്ന ആ ശത്രുവിനെ അല്ലെ, ആ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്ന നിരായുധനായിട്ട് നിൽക്കുന്ന ആ പയ്യനെ അപ്പനെ ബ്രഹ്മാസ്ത്രോസെ കുച്ചൽ ദേനാ ചാഹ, തങ്ങളുടെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് അവനെ കൊല്ലുവാനായിട്ട് അവർ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ നോക്കൂ, അത്രയും കൂടെ. അപ്പനെ പക്ഷിക്കോ അസത്യ ജാന്തേ ഹുയേ ഭി बड़े बड़े महारथी अकेले निगत्ती आवास को अपने ब्रह्मास्त्रों से कुचल देना चाह. അപ്പൊ തങ്ങളുടെ ഭാഗം അസത്യമാണെന്ന് അറിഞ്ഞിട്ടും കൂടി വലിയ വലിയ മഹാന്മാര് ആ ഒറ്റയ്ക്ക് വന്ന ആ പയ്യനുമായിട്ട് അല്ലെങ്കിൽ ആ അഭിമന്യു എന്ന് പറയുന്ന ആ ബാലകനുമായിട്ട് തന്റെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് ആ കുട്ടിയെ വധിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. നോക്ക്, तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. तब मैं रथ का टूटा हुआ पहिया, ആ സമയത്ത് രഥത്തിന്റെ ഈ പൊട്ടിയ ചക്രം അല്ലെ, ഉസ്കെ ഹാത്തോമേ, അവന്റെ കൈകളിൽ
ബ്രഹ്മാസ്ത്രോ സേ ലോഹ ലേ സക്താഹും. ഇവിടെ ഒരു യുദ്ധം നടക്കുമ്പോൾ യുദ്ധത്തിന് ചില നിയമങ്ങളുണ്ട് അല്ലെ. എന്താണ് നിയമങ്ങള്? ഒരു രാജാവ് അടുത്ത രാജാവുമായിട്ട് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതേപോലെ ആയുധമില്ലാതെ നിശസ്ത്രമായിട്ട് അല്ലെ ആയുധമില്ലാതെ നിൽക്കുന്ന ഒരു യോദ്ധാവിനെ എന്ത് ചെയ്യാൻ പാടില്ല? ആയുധം കൊണ്ട് പ്രഹരിക്കാനൊന്നും പാടില്ല. ഈ നിയമങ്ങളെല്ലാം ആർക്കറിയാമായിരുന്നു? വലിയ വലിയ മഹാന്മാരായ ദ്രോണാചാർക്കും കർണനും ഇവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നിട്ടും കൂടി ഈ കുട്ടി എന്താണ് അഭിമന്യു ചക്രവ്യൂഹത്തിനുള്ളിൽ നിരായുധനായിട്ട് നിൽക്കുന്ന സമയത്ത് ആരുമായിട്ട് യുദ്ധം ചെയ്യുന്നു? ഈ മഹാന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നു. ആ സമയത്ത് ആയുധമില്ലാതെ നിൽക്കുന്ന ആ ബാലകന്റെ കൈകളിൽ ആയുധമായിട്ട് ആരാണ് വരുന്നത്? മേരതുക്കാട്ടുണ്ടാവുക പഹ്യ. ഈ രഥത്തിലെ ഒരു പൊട്ടിയ ചക്രമാണ് ആ കുട്ടി അവസാനം ഈ മഹാന്മാരുടെ ബ്രഹ്മാസ്ത്രങ്ങളെ നേരിടുവാനായിട്ട് പ്രയോഗിക്കുന്നത്. ലോഹാലേന സക്താഹു. ലോഹാലേന മീൻസ് രണ്ടർത്ഥമുണ്ട്. ഒന്ന് യുദ്ധകർണ യാ സാമ്യകർണ. എന്താണ് ലോഹാലേന എന്ന അർത്ഥം എന്ന് പറയുന്ന മുഹാവരയുടെ ആ പഴഞ്ചൊല്ലിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് എന്താണ്? യുദ്ധകർണ യാ സാമ്യകർണ. നോക്ക്, മേ രഥ കാ ടൂട്ടാ ഹുവാ पहिया हूं लेकिन मुझे फेंको मत. इतिहासों की सामूहिक गति सक्सा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. നോക്ക്, മേ രഥ കാ ടൂട്ടാ ഹുവാ पहिया हूं. ഞാൻ രഥത്തിലെ ഒരു പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ മുझे फेंको मत. പക്ഷേ എന്നെ എടുത്ത് കളയരുത്. ഇതിഹാസോങ്കി സാമൂഹിക ഗതി സഹസാ ജൂട്ടി പട് ജാനെ പർ. സമൂഹം എന്നാണോ അധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് നടക്കുന്നത്? ക്യാ ജാനെ സച്ചായി ടൂട്ടേ ഹുയെ പഹിയോം കാ ആശ്രയില്. ആ സമയത്തൊക്കെ ധർമ്മം കാക്ഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഈ രഥത്തിന്റെ ചക്രം ചിലപ്പോൾ പ്രയോജനകരമായിട്ട് വരും അല്ലെ. അപ്പൊ എന്താണ്? ഇതിഹാസോങ്കി സാമൂഹിക ഗതി സഹസാ ജൂട്ടി പട് ജാനെ പർ ക്യാ ജാനെ സച്ചായി ടൂട്ടേ ഹുയെ പഹിയോം കാ ആശ്രയില്. എന്നാൽ സമൂഹം എന്നാണോ അധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് പോകുമ്പോൾ അല്ലെ, സമൂഹത്തിന് നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ കയ്യിൽ ചിലപ്പോൾ പൊട്ടിപ്പോയ ചക്രം ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രയോജനം വരുന്നത്. നമ്മൾ അങ്ങനെയാണല്ലേ. നമ്മൾ ഒരാളുടെ അല്ലെ, നമ്മള് ഇന്ന് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാലഘട്ടം വരെ നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞെടുക്കുന്നത്? പാവപ്പെട്ടവരോ പണക്കാരും തമ്മിലും അങ്ങനെ ഒന്നും കൂട്ടുകൂടല്ല. പാവം എന്താണ്, അതേപോലെ എന്താണ് താഴ്ന്ന ജാതി ഉയർന്ന ജാതിയൊക്കെ വിചാരിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ മാറി നിൽക്കുന്നവരൊക്കെയാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും ഒരു വ്യക്തിയുടെ എന്താണ് സ്വഭാവം കണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവരുമായിട്ട് കൂടേണ്ടത്. അല്ലാതെ അവരുടെ പണമോ അല്ലെങ്കിൽ അവൻ ഇന്നത കുല ജാതക്കാരനാണോ ഒന്നും വിചാരിച്ചിട്ടൊന്നുമില്ല അവരുമായിട്ട് ബന്ധം പുലർത്തേണ്ടത്. നോക്കൂ, ഇവിടെ അതുപോലെ തന്നെയാണ്. നമ്മൾ സാധാരണക്കാരായിട്ട് ആൾക്കാരെ കാണുന്ന വ്യക്തികളായിരിക്കും സമൂഹത്തിന്റെ ചിലപ്പം ആശ്രയമായിട്ട് മാറുന്നത്. നിങ്ങൾ ഇടയ്ക്ക് പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. ശ്രീധന്യ എന്ന് പറയുന്ന ആദിവാസി ഗോത്രത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അല്ലെ, IAS ഒക്കെ പഠിച്ചു ഇപ്പൊ ആരാണ്? കോഴിക്കോടിലെ സബ് കളക്ടറായിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ നമുക്ക് തന്നെ ആദിവാസി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കാട്ടിലൊക്കെ താമസിക്കുന്ന പാവപ്പെട്ട ആൾക്കാരാണ്, അവർക്ക് വിദ്യാഭ്യാസമോ അങ്ങനെയുള്ള ഒരു സൗകര്യങ്ങളൊന്നുമില്ല, അവരൊന്നും പഠിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ എനിക്ക് നമ്മള് വിചാരം. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഇങ്ങനെ പാവങ്ങളൊന്നോ പണക്കാരെന്നോ അങ്ങനെയുള്ള ഒരു വ്യത്യാസമില്ല. ഇന്ന് ആ പാവങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? ഇല്ലായ്മകളെല്ലാം മനസ്സിലാക്കി, പോരായ്മകളെല്ലാം മനസ്സിലാക്കി, വീട്ടിലെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കി അവർ പഠിച്ച് സമൂഹത്തിന് നല്ല മാർഗം കാട്ടുന്ന ആൾക്കാരായിട്ട് മാറുന്നത്. നമ്മളിതിപ്പോ ഇന്ന് റിസൾട്ട് വരുന്നുണ്ട് SSLCയുടെ. അപ്പൊ ആ 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നല്ലേ ചില കുട്ടികൾ വീട്ടില് എന്താണ് പഠിക്കാനുള്ള സൗകര്യം പോലും ഇല്ലായിരുന്നു. പക്ഷെ ആ കുട്ടികൾക്കായിരിക്കും എന്ത് കിട്ടുന്ന 10A+ ഒക്കെ കിട്ടിപ്പോകുന്നത്. നമ്മൾ സ്പെഷ്യൽ ട്യൂഷൻ എല്ലാം എടുത്തിട്ടും കൂടി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ടു. അപ്പൊ ഒരിക്കലും നമ്മൾ ആരെയും സാധാരണ വ്യക്തികളെ മോശമായി കണക്കാക്കി അവരെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. കാരണം ഈ സാധാരണ ജനങ്ങളായിരിക്കും ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ ആശ്രയമായിട്ട് മാറുക. അതുപോലെ ഇവിടെ പറയുന്നത് എന്താണ്? ഞാൻ ഒരു പൊട്ടിയ ചക്രമാണെന്ന് കരുതി എന്നെ എടുത്തെന്ന് കളയരുത്. ചിലപ്പോൾ ഈ പൊട്ടിയ ചക്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഉപകാരപ്രദമായിട്ട് മാറുന്നത്. ഇവിടെ അഭിമന്യുവിനും എങ്ങനെയാണ്? ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യുവിനും അങ്ങനെ തന്നെയാണ്. എന്താണ്? മഹാരഥികളെയൊക്കെ നേരിടുന്ന അവരുടെയൊക്കെ ബ്രഹ്മാസ്ത്രങ്ങളെയൊക്കെ നേരിടുന്നതിന് വേണ്ടി ആ കുട്ടിയുടെ കയ്യിൽ ആയുധമൊന്നും ഇല്ലായിരുന്നു. ആ കുട്ടിക്ക് എന്താണ്? അഭിമന്യുവിന്റെ കയ്യിൽ എന്താണ് അവസാനം കിട്ടിയത്? ആ ചക്രത്തിന്റെ രഥത്തിന്റെ പൊട്ടിയ ഒരു ചക്രമാണ് കിട്ടിയത്. അത് എടുത്താണ് ആ കുട്ടി അല്ലെങ്കിൽ ആ അഭിമന്യു ആ മഹാരഥികളുടെ ബ്രഹ്മാസ്ത്രങ്ങൾ എന്ത് ചെയ്ത് നേരിട്ട് എന്നത്. അപ്പൊ ആ കവിത ഒരിക്കലൂടെ നമുക്ക് നോക്കാം. മേ രഥ കാ ടൂട്ടാ ഹുവാ पहिया हूं लेकिन मुझे फेंको मत. ഞാൻ രഥത്തിലെ ഒരു പൊട്ടിയ ചക്രമാണ്, എന്നെ എടുത്ത് കളയരുത്. ക്യാ ജാനെ കബ് ഇസ് ദുരൂഹ ചക്രവ്യൂഹ में അക്ഷൗണി സേനാവും കോ ചുനൗതി ദേതാ ഹുവാ. ആർക്കറിയാം അല്ലെ, ഈ ചക്രവ്യൂഹത്തിനുള്ളിൽ അക്ഷൗണി സൈന്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്
പോയി ദുസ്സാഹസി അഭിമന്യു ആക്കർ ഖിർജായെ, ഏതെങ്കിലും സാഹസികനായ അഭിമന്യു വന്ന് പെടാം. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेले निगत्तियागा आवास को अपने ब्रह्मास्त्रों से कुचल देना चाहा. അല്ലെ, अपने पक्ष को असत्य जानते हुए, തങ്ങളുടെ പക്ഷം അസത്യമാണെന്ന് അറിഞ്ഞിട്ടും കൂടി അക്കേലി നികത്തി ആവാസ്കോ, അല്ലെ, എന്താണ്, ആയുധമില്ലാതെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്ന ആ ബാലകനുമായിട്ട് അപ്നെ ബ്രഹ്മാസ്ത്രോസെ കുച്ചൽ ദേനാ ചാഹത്തെ, തങ്ങളുടെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് അവനെ കൊല്ലുവാനായിട്ട് ആഗ്രഹിച്ചു. तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. ആ സമയത്ത് രഥത്തിലേക്ക് ഞാൻ ഈ പൊട്ടിയ ചക്രം ആ കൈകളിൽ നിന്ന് ആ ബ്രഹ്മാസ്ത്രങ്ങളെ നേരിടുവാനായിട്ട് സജ്ജമായിരിക്കും. മേ രഥ കാ ടൂട്ടാ ഹുവാ पहिया हूं लेकिन मुझे फेंको मत. ഞാൻ രഥത്തിലെ ഒരു പൊട്ടിയ ചക്രമാണ്, പക്ഷേ എന്നെ കളയരുത്. ഇതിഹാസോं की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का आश्रय ले. എന്നാണോ സമൂഹം അധർമ്മത്തിലേക്ക് നീങ്ങുന്നത്, ആ സമയത്ത് ധർമ്മം കാക്ഷിക്കുന്നവർക്ക് വേണ്ടി രഥത്തിലെ ഈ ചക്രം ചിലപ്പോൾ പ്രയോജനകരമായിട്ട് വരാം. ശരി, നിങ്ങൾ ഇതൊന്ന് വായിക്കുക. എന്തെങ്കിലും മീനിങ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇതില് ടൂട്ടാ പഹിയ എന്ന് പറയുന്നത് എന്തിന്റെ പ്രധാനം അല്ലെങ്കിൽ എന്തിന്റെ പ്രതീകമാണ് എന്നാണ് ചോദിച്ചത്. ടൂട്ടാ പഹിയ അതൊരു ക്വസ്റ്റ്യൻ ആണ്, 9 ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യമാണ്. എന്താണ് ടൂട്ടാ പഹിയ? ടൂട്ടാ പഹിയ എന്തിന്റെ പ്രതീകമാണ്? സാധാരണ മാനവക പ്രതീക. ഒരു സാധാരണ മനുഷ്യനെ എന്തുമായിട്ട് താരതമ്യം ചെയ്തിരിക്കുകയാണ് കവിതയില്? ടൂട്ടാ പഹിയയുമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. അപ്പൊ ടൂട്ടാ പഹിയ എന്തിന്റെ പ്രതീകമാകുന്നു? സാധാരണ മാനവക പ്രതീക. അതുപോലെ ചക്രവ്യൂഹം നമ്മൾ പറഞ്ഞു അല്ലേ, ചക്രവ്യൂഹം രചിച്ചു ആരാണ്? അതെ, ആരാണ്? ദ്രോണാചാര്യരാണ് ചക്രവ്യൂഹം രചിച്ചത്. അപ്പൊ ഇവിടെ ചക്രവ്യൂഹം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ആധുനിക മനുഷ്യനുമായി താരതമ്യം ചെയ്യുമ്പോൾ അതെന്തിനായിട്ടാണ്? ജീവൻ കി വിഷമതായ, മനുഷ്യ ജീവിതത്തിന്റെ വിഷമതകളെയാണ് ഇവിടെ ചക്രവ്യൂഹമായിട്ട് കരുതിയിരിക്കുന്നത്. അല്ലെ, മനുഷ്യർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ, കുറച്ച് മാറാനൊക്കെ കുറെ സമയമൊക്കെ എടുക്കും. അപ്പൊ ഇവിടെ ചക്രവ്യൂഹം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജീവൻ കി വിഷമതായ. അപ്പൊ എന്താണ്? ടൂട്ടാ പഹി എന്തിന്റെ പ്രതീകമാകുന്നു? സാധാരണ മാനവക പ്രതീക. അവർ ചക്രവ്യൂഹം എന്തിന്റെ പ്രതീകമാകുന്നു? ജീവൻ കി വിഷമതായുക. അതുപോലെ ലോഹാലേന, എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ടൈപ്പാണ്. എന്താണ് ലോഹാലേന? അർത്ഥ ക്യാ ഹൈ? യുദ്ധ കർണ യാ സാമന കർണ. 2 ഓപ്ഷനും നിങ്ങൾ എഴുതണം. കാരണം പരീക്ഷയ്ക്ക് ഏതാണ് ചോദിക്കുന്നതെന്ന് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ ഏതാണ് ചോദിക്കുന്നതെന്ന് പറയാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് 2 ആൻസർ എഴുതണം. ഒന്ന് യുദ്ധകർണ അല്ലെങ്കിൽ സാമനാകർണ. സാമനാകർണ മീൻസ് എന്താണ്? നേരിടുക. യുദ്ധകർണ യുദ്ധം ചെയ്യുക. അപ്പൊ ലോഹാലേനയുടെ അർത്ഥം എന്താണ്? യുദ്ധകർണ യാ സാമനാകർണ. അപ്പൊ ഇനി ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഈ ചക്രവ്യൂഹമേ കോൻ ഫസ് ജാത്താ ഹെ? ചക്രവ്യൂഹത്തിൽ ആരാണ് അകപ്പെടുന്നത്? അഭിമന്യു. ആരാണ് അകപ്പെടുന്നത്? അഭിമന്യു. അപ്പം നോക്കുക, പാഠത്തിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്താണ്? 9 ടൈപ്പായിട്ട് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുള്ളൂ. പിന്നെ അതിന്റെ ടിപ്പണി അല്ലെങ്കിൽ ഭാവാർത്ഥം എഴുതാനൊക്കെ കാണത്തുള്ളൂ. അത് നിസ്സാരമായിട്ടുള്ള ചെറിയൊരു കാര്യമാണ്. അപ്പം ഒരു കുഞ്ഞു കവിതയാണ്, നിങ്ങളൊന്ന് വായിക്കുക. എന്തെങ്കിലും സംശയമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട്, വിളിച്ചന്വേഷിച്ചാൽ മതി, പറഞ്ഞ് തരാം. അപ്പൊ ഇനി ഇത് ഒരിക്കൽ കൂടെ വായിക്കണോ? ടൂട്ടാ പഹിയ സാധാരണ മാനവക പ്രതീക അല്ലെങ്കിൽ എന്തോന്നുണ്ട്? ഒരു ലഘുമാനവെന്നും കൂടെ നിങ്ങൾ എഴുതിക്കൊള്ളണം. ലഘുമാനവക പ്രതീക ഒരു ഓപ്ഷൻ ഇതായിട്ടാണ് വരുന്നത്. ഒന്ന് സാധാരണ മാനവക പ്രതീക അല്ലെങ്കിൽ ലഘുമാനവക പ്രതീകാണ്. അപ്പൊ എന്താണ്? ഒരു പൊട്ടിയ ചക്രം തന്റെ കഥ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ആർക്കെങ്കിലും ഒരിക്കൽ കൂടെ വായിച്ച് പറഞ്ഞു തരണോ അത്? ശരി, ഒരിക്കൽ കൂടെ നോക്കിയോ. എന്താണ്? മീ രഥ ടൂട്ടാ ഹുവാ पहिया हूं लेकिन मुझे फेंको मत. क्या जाने कब इस दुरूह चक्रव्यूह में अक्षौणी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेले निगत्ती आवाज को अपने ब्रह्मास्त्रों से लोहा लेना चाहे.
कुचल देना चाहते हैं, तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ। मैं रथ का टूटा हुआ पहिया हूँ, लेकिन मुझे फेंको मत। ഇതിഹാസോं की सामूहिक गति सहसा झूठी पड़ जाने पर क्या जाने सच्चाई टूटे हुए पहियों का ആശ്രയിലെ. ഇവിടെ എന്താണ്, കവിതയിൽ നിന്ന് നമുക്ക് ഒരു കാര്യം പറയാനാണ് ഇത് കവി ഉദ്ദേശിക്കുന്നത്. സാധാരണ മനുഷ്യരുടെ ജീവിതം അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അത് സമൂഹം അറിയുക തന്നെ ചെയ്യും. അവരെ തുച്ഛരായി കണക്കാക്കി അല്ലെ അവരെ വിലയില്ലാത്തവരായി കണക്കാക്കി അവരെയൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ല. കാരണം എന്നെങ്കിലും സമൂഹത്തിന് മാതൃകയായിട്ട് തീരുന്നത് ആരായിരിക്കും? ഈ സാധാരണ വ്യക്തികൾ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് കവി അങ്ങനെ പറയുന്നത്. ഈ ടൂട്ടാ പഹിയ എന്ന് പറയുന്ന കവിത മനുഷ്യ ജീവിതത്തെ കുറിച്ചും കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ടൂട്ടാ പഹിയ ആരുടെ പ്രതീകമായിട്ടും കവി പറഞ്ഞിരിക്കുന്നത് സാധാരണ മനുഷ്യന്റെ ജീവിതം അല്ലെങ്കിൽ ലഘുമാനവിക പ്രതീകത്തെ कहता है. ചക്രവ്യൂഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജീവൻ കി വിഷമതായും. അടുത്ത് വേറെ ഒന്നുമില്ല. ലോഹാലേനയുടെ അർത്ഥം യുദ്ധകർണ. നിങ്ങളിതെല്ലാവരും ഒന്ന് വായിക്കുക. വായിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് ഉടനെ നമുക്ക്